ഇവിടെ ഏറ്റവും വലിയ രീതിയിൽ മതം പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് കെ.എം. ഷാജി. മതമാണ് 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 പ്രശ്നം. 10 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം MLA-മാരുടെ എണ്ണം കൂട്ടാനല്ല, 10 വർഷം കൊണ്ട് സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. അത് പറഞ്ഞ കെ.എം. ഷാജിയെ തെള്ളിപ്പറയാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും കെ.എം. ഷാജി വൈ.ഡി. സതീശന്റെ തോളിരിക്കുകയല്ലേ? അദ്ദേഹം അവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ. പോയി പ്രസംഗിക്കുന്നവരെയാണോ PDP ഒരു മതേതര പാർട്ടിയാണോ? PDP ഒന്നാന്തരം വർഗീയ പാർട്ടി. കേരളത്തിലെ PDP അല്ല, കശ്മീരിലെ PDP. മുഫ്തിയുടെ PDP. PDP പറ്റിയാണ് ചോദിച്ചത്. മുഫ്തിയുടെ PDP ആയിട്ട് ഇപ്പൊ BJPക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാന്നേ. അങ്ങ് പരിശോധിക്കൂ. എന്തിനാണ് ആ സംഖ്യ ഞങ്ങൾ വിച്ഛേദിച്ചത്? അങ്ങ് പരിശോധിക്കൂ. ഇവിടെ വോട്ട് മേടിക്കലല്ല, നിങ്ങളുടെ സഖ്യം ചേർന്ന് ഭരിച്ചു. ഞങ്ങൾ തോന്നിയെടുത്ത് താഴെയിട്ടല്ലോ. പിന്തുണയ്ക്കുന്ന സംഘടന എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ഭരിച്ച നിങ്ങളാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ ഇവരെ കുറ്റം പറയുന്നത്. എന്തൊരു അസംബന്ധം. ജമാഅത്ത് ഇസ്ലാമി ഹാഷ്മിയെ പഠിക്കുന്നത് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളൊന്നുമല്ലോ, നിങ്ങളൊരു മതേതരനാണ്. അത് കലക്കി. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല ജിതിൻദേവേ, ഈ കേരളത്തിൽ ഏറ്റവും വലിയ വർഗീയ സംഘടനയാണ്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്? അല്ല ജിതിൻ, എന്തിനാണ് ഹാഷ്മി ഹിമസാഗർ എക്സ്പ്രസിന് കാശ്മീരിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരായിരുന്നവർ PDP നിങ്ങൾ ചേർന്ന് ഭരിച്ചവരാണ്, അവർ മതേതരവാദികളാണ്. ജിതിൻ, നിങ്ങൾ എന്തിനാണ് ഹിമസാഗർ എക്സ്പ്രസിൽ കയറി കാശ്മീരിലേക്ക് പോകുന്നത്? നിങ്ങൾ കേരളത്തിൽ നിൽക്കൂ. ആരും മോശമൊന്നും അല്ലെന്ന് ജിതിന്റെ പറഞ്ഞു പൂർത്തിയാക്കൂ. പക്ഷെ ആരും മോശമൊന്നും അല്ലെന്ന് ഞാൻ പറയാം. പരസ്യമായിട്ടല്ലേ ഹാഷ്മി? അത് പരസ്യമായ സഖ്യമല്ലേ? മതേതരത്വം പറയുക, തലയും മുണ്ടിട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നാമ്പുറങ്ങളിൽ പോവുക, ഇതല്ലേ വി.ഡി. സതീശന്റെ മതേതരം? എത്രയോ കാലമായിട്ട് ഇദ്ദേഹം ഹൈന്ദവ സംഘടന നേതാക്കന്മാരെല്ലാം അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. SNDP യോഗത്തെ അപമാനിക്കുക, NSSനെ അപമാനിക്കുക. എന്താണ് ഇതിനകത്തുള്ളത്? ഇതിനകത്ത് കൃത്യമായിട്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്ന ഇവരാണ്. മനഃശക്തി തരണേ.